എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ മാത്സ്, ഇക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചാൻസ്, ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ചാൻസ് വളരെ കൂടുതലുള്ള ഒരു എക്സാമാണ്. 4 സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജോടുകൂടി വരുന്ന എക്സാമും കൂടിയാണ്. സോ സ്കോർ ചെയ്യാൻ ഇപ്പോ ഇക്കണോമിക്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്സും സ്റ്റാറ്റിയും സ്കോർ ചെയ്യാൻ േക്കാൾ കൂടുതൽ ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാം. മാത്സുകാർക്കാണെങ്കിൽ ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് കിട്ടി വേഗം ജോലിയിലേക്ക് കയറാനായിട്ടും സാധിക്കും. സോ അപ്പൊ നമുക്ക് ഇത് സീരിയസ് ആയിട്ട് കണ്ട് സീരിയസ് ആയിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സിന്റെ ടോപ്പിക്ക് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അതൊക്കെ ആൻസർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ നമ്മള് പ്രീവിയസ് റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കിയിട്ട് അതിന്റെ കട്ട് ഓഫ് നോക്കല്ല, നമ്മൾ ആ റാങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. അവർ ടോപ്പിക് ഈസ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സിൽ വരാണെങ്കിൽ മെസ്സേജ് ഇടരുത്, കാരണം മെസ്സേജ് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ മെസ്സേജിലേക്ക് വന്ന എന്റെ സ്ക്രീൻ മാറും, കാരണം ഞാൻ യൂസ് ചെയ്യണത് ഐപാഡ് ആണ്. അപ്പൊ എനിക്ക് അതില് എന്റെ സ്ക്രീൻ എന്താണോ വരുന്നത് അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ മെസ്സേജ് എടുത്താൽ എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്റെ ഈ സ്ലൈഡ് കാണാൻ പറ്റില്ല. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. അപ്പൊ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനം, ഇന്ത്യയുടെ അല്ലെ ഏതൊരു രാജ്യത്തിന്റെയും വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് മെത്തേഡ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം, ഫാക്ടർ പേയ്മെന്റ്സ് എന്താണെന്ന് അറിയണം, ഇൻകത്തിന്റെ ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇൻകം ഫ്ലോ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയും. ഇൻകം നമുക്ക് പെട്ടെന്ന് പൊട്ടി ഉണ്ടാവുന്ന ഒരു സാധനമല്ല ഇൻകം. ഇൻകം എന്ന് പറയുമ്പോൾ 1 person എക്സ്പെൻഡിച്ചർ ഇസ് അനദർ പേഴ്സൺസ് ഇൻകം എന്ന് പറയും. ഒരാളുടെ ചെലവാണ് മറ്റൊരാൾ, എക്സ്പെൻഡിച്ചർ ആണ് ഒരാൾ ചെലവഴിക്കുന്നതാണ് മറ്റൊരാൾക്ക് വരുമാനമായിട്ട് വരുന്നത്. സോ ഈ എക്സ്പെൻഡിച്ചറും ഇൻകവും ഒരു ഫ്ലോ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്കോണമിയിൽ. ഈ ഫ്ലോ പൊട്ടിപ്പോവില്ല, ആ ഫ്ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ആ ഫ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഇക്കോണമിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഫ്ലോ എങ്ങനെയാണ്, ഒരു ഇക്കോണമിയുടെ സർക്കുലർ ഫ്ലോ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബിഫോർ കാൽക്കുലേറ്റിംഗ് ഓർ ബിഫോർ നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ദി ഇക്കോണമി. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതുപോലെയാണ് ഇക്കോണമിയിൽ ഇൻകം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് മുറിവേറ്റിട്ട് ബ്ലഡ് ഭയങ്കരമായിട്ട് പോയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ജീവൻ എന്നത് ആപത്താണ്. അതുപോലെ തന്നെ ഇക്കോണമിയിൽ ഈ ഇൻകം ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇക്കോണമി തന്നെ തകർന്നു പോകും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ആൻ ഇക്കോണമി. ഇപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അറിയണം, എന്താണ് ഫാക്ടർ പേയ്മെന്റ്സ്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന പേയ്മെന്റ് എന്താണെന്ന് അറിയണം. ഫസ്റ്റ് സ്ലൈഡ് തന്നെയാണ് കാണിക്കുന്നത്. അതെ, ഞാൻ ചേഞ്ച് ആക്കിയിട്ടില്ല. ഓക്കെ, ശരി. നമ്മൾ ഞാൻ ഇത്ര ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലേ എനിക്ക് അടുത്ത സ്ലൈഡിലെ സാധനം കാണിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം, ഫാക്ടർ പേയ്മെന്റ്സ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഇക്കോണമിയിലെ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ഒരു ഇക്കോണമിയിൽ നമ്മൾ 4 സെക്ടേഴ്സ് ഉണ്ട് എന്നാ പറയുക. ഒന്ന് ഹൗസ് ഹോൾഡ്, അനദർ ഇസ് ഫേം, ദെൻ ഗവൺമെന്റ് ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഫോറിൻ സെക്ടർ. 4 സെക്ടേഴ്സ് ആണ് ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ് ആൻഡ് ദി ഫോറിൻ സെക്ടർ. ഈ 4 സെക്ടേഴ്സിൽ കൂടിയാണ് ഈ ഒരു ഫ്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ 4 സെക്ടേഴ്സിലാണ് സംഭവിക്കുക. അപ്പൊ ആ 4 സെക്ടേഴ്സിന്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ അതും പറയുന്നതിന് മുന്നേ നമുക്ക് 2 സെക്ടർ ഇക്കോണമി, അത് നമ്മുടെ ഒരു ഇമാജിനറി ആണ്, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ അല്ല, ഒരു ഇമാജിനറി സിറ്റുവേഷൻ
ഫോർ ദ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമ്മൾ പറയുന്നതാണ് ടു സെക്ടർ ഇക്കോണമി എന്ന് പറയും. രണ്ട് സെക്ടറുള്ള ഇക്കോണമി. The first sector is household. The other one is the firm. ഹൗസ്ഹോൾഡും ഫേമും രണ്ട് സെക്ടേഴ്സ് ആണ് നമ്മുടെ ഇക്കോണമിയിൽ. ഒന്ന് ഹൗസ്ഹോൾഡ്, അതർ വൺ ഇസ് ദി ഫേം. അപ്പൊ ഇവിടെ സർക്കുലർ ഫ്ലോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കും ഫേമിൽ നിന്ന് തിരിച്ചുമാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് ഹൗസ് ഹോൾഡ് കൊടുക്കുക ഫേമിന്? ഹൗസ് ഹോൾഡിന്റെ കയ്യിലുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഒരു ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ ആ ഇക്കോണമിക്ക് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രൊഡക്ഷനെ നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാലേ അത് ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാനും അവർക്ക് ജീവിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്ഷന് വെറുതെ പ്രൊഡക്ഷൻ നടക്കില്ല. അവിടെ എന്ത് വേണം? അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് വേണം. ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ആർക്കെങ്കിലും പറയാമോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. യെസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി, ലാൻഡ്. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോ ഹലോ മാം കുറച്ച് സ്പീഡ് കുറച്ച് പറയുമോ? കാരണം എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ്. ഓക്കെ പതുക്കെ പറയാം. ഓക്കെ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു പ്രൊഡക്ഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇത്രയും പറഞ്ഞത് മനസ്സിലായിരുന്നു? ഇവിടം വരെ പറഞ്ഞത് മനസ്സിലായോ? കുഴപ്പമില്ല. ഓക്കെ. പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സിനിമയിൽ കാണില്ലേ, മോഹൻലാലിന്റെ ഒരു സിനിമയിൽ മോഹൻലാൽ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നത്. അപ്പോ ആ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് മോഹൻലാൽ വെറുതെ പോയിട്ട് ആ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങാൻ പറ്റില്ല. അവിടെ എന്താണ്, ഞാൻ ആ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞേ. അപ്പോ അവിടെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു ബിസ്ക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പ്രൊഡക്ഷൻ നടത്താൻ ആൾക്ക് എന്തൊക്കെ വേണം? കമ്പനി വേണം, മെഷീനറീസ് വേണം, ക്യാപിറ്റൽ വേണം, അത് നടത്താനായിട്ട് നല്ലൊരു ഓർഗനൈസേഷൻ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ദാക്ഷായണി ബിസ്ക്കറ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോ ഏതൊരു പ്രൊഡക്ഷനും എന്ത് വേണം? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. കിട്ടിയോ? Is it clear? Yes, ma'am. Land, labor, capital and organization എന്ന് പറയും. ഇനി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഹൗസ് ഹോൾഡുകളാണ്. ഈ ഫേമിനില്ല, ഫേമിന് അത് നമ്മുടെ ജോലിക്കാരാരാ കൊടുക്കുക? നമ്മുടെ വീടുകളിൽ നിന്നല്ലേ കമ്പനികളിലേക്കും ഫാക്ടറികളിലേക്കും ജോലിക്കാർ പോകുന്നത്. അപ്പോൾ ലേബേഴ്സിനെ കൊടുക്കുന്ന ആരാണ്? ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡിനെ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തികൾ ഓൺ ചെയ്യുന്ന ഭൂമിയിലാണ് ഫാക്ടറികളും മറ്റും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, അതിനുള്ള മാനേജേഴ്സിന് വരുന്നത്, ആ ഒരു വിഭാഗം ആളുകൾ വരുന്നതും ഹൗസ് ഹോൾഡുകളിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഹൗസ് ഹോൾഡ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വെറുതെ ആരെങ്കിലും ഈ നിങ്ങൾ വെറുതെ ജോലിക്ക് പോവോ? ഇപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുന്നുണ്ട്, വെറുതെ ഒരു റെസ്റ്റിനാണോ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് പറയുന്നത്? അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നത്? ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് തിരിച്ച് പേയ്മെന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാവുന്നത്. സോ ഈ ഫേം തിരിച്ച് എന്ത് കൊടുക്കണം? റെമ്യൂണറേഷൻ. യെസ്, റെമ്യൂണറേഷൻ കൊടുക്കണം, പേയ്മെന്റ്സ് കൊടുക്കണം. അതായത് ഫാക്ടർ പേയ്മെന്റ്സ് തിരിച്ചു കൊടുക്കണം.
ഒരു മിനിറ്റ്. ഈ സ്ക്രീൻ ക്ലിയർ അല്ലേ? അതെ മാം. ഓക്കെ. സോ ഹൗസ് ഹോൾഡ് ഫേമിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കണു. ആൻഡ് ഇൻ റിട്ടേൺ ഇവർക്ക് എന്താണ് കിട്ടുന്നത്? ഫാക്ടർ പേയ്മെന്റ്സ് ആണ് കിട്ടുന്നത്. തിരിച്ച് ആരോ നിങ്ങൾ ശ്രദ്ധിച്ചോ? തിരിച്ച് ഫാക്ടർ പേയ്മെന്റ്സ് ആണ് കിട്ടുന്നത്. ഇതിന് പേയ്മെന്റ് കിട്ടും. ലേബറിന് എന്താണ് പേയ്മെന്റ് കിട്ടുക? ലേബറിന് എന്താണ് പേയ്മെന്റ് കിട്ടുക? വേജ്. വേജ് ആണ് കിട്ടുക. ലാൻഡിന് റെന്റ്. റെന്റ്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷന് പ്രോഫിറ്റ്. പ്രോഫിറ്റ്. ഇപ്പോ ഇക്കണോമിക്സ് ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ലാൻഡിന് കിട്ടുന്ന റെമ്യൂണറേഷന് പറയുന്ന പേരാണ് റെന്റ്. ഓക്കെ. ലേബറിന് കിട്ടുന്ന റെമ്യൂണറേഷന് പറയുന്ന പേരാണ്. നിങ്ങൾ ഈ റെന്റ് എന്നൊക്കെ ഉള്ളത് വാടക ആ ഒരു ഇതിലേക്ക് ചിന്തിക്കേണ്ട. ലാൻഡിന് എന്താണോ റെമ്യൂണറേഷൻ കിട്ടുന്നത് അതിന് ഈ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഭൂമി മാത്രമല്ല, മിനറൽസ്, ഈ നമ്മുടെ പാറമടകൾ അങ്ങനെയൊക്കെ പറയില്ലേ, ഖനികള്, ഇതെല്ലാം ലാൻഡിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ കിട്ടുന്ന ഇത് പ്രൊഡക്ഷന് യൂസ് ചെയ്യുമ്പോൾ എന്താണോ ഇൻ റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലേബറിന് കിട്ടുന്നതാണ് വേജ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന്റെ തലപ്പത്തിരിക്കുന്നതാണ്. അവർക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആണ്. ആൻഡ് ക്യാപിറ്റലിന് കിട്ടുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പൊ അതിൽ ഫിസിക്കൽ ക്യാപിറ്റൽ, അതായത് നമ്മുടെ മിഷനറികളും കാര്യങ്ങളും വരും. ഈ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരുന്ന ഏതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെയും നമ്മൾ ക്യാപിറ്റൽ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുക. ഫിസിക്കൽ ആസ് വെൽ എസ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്യാപിറ്റലിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണോ അതിനെ പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആണോ? ഇതിന്റെ വേർഡ് മീനിങ്ങിലേക്ക് നിങ്ങൾ പോവരുത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ അങ്ങനെയൊന്നും നിങ്ങൾ ഈക്വേറ്റ് ചെയ്യരുത്. എന്താണോ റെമ്യൂണറേഷൻ കിട്ടുന്നത് അതിന് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ ഫാക്ടർ പേയ്മെന്റ്സ് കിട്ടും. അപ്പൊ ഇത് ഒരു ഫ്ലോ ആയി. അപ്പോ ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കുന്നോ അതിന് തിരിച്ചു കിട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഫേം എന്താണ് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. സർവീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഗുഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോ ഈ ഫേമുകള് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും ബൈ യൂസിങ് ദിസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യും ബൈ യൂസിങ് ദിസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് ഇവരുടെ ഗോഡൌണുകളിൽ സൂക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത്? അല്ല. എന്തിന്? അതെ, കൺസംഷന് വേണ്ടിയിട്ടാണ്. ആരാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്. അതെ, നിങ്ങൾ ഓരോരുത്തരുമാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത് ഹൗസ് ഹോൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ഗോ ടു ദി ഹൗസ് ഹോൾഡ്. ഇത് വെറുതെ കൊടുക്കുന്നതാണോ? ചാരിറ്റിയുടെ പുറത്താണോ ഇത് കൊടുക്കുന്നത്? നോ. അല്ല, പ്രൈസ് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെ? അതായത് ഇവരതിന് തിരിച്ച് എന്ത് കൊടുക്കണം? പ്രൈസ് കൊടുക്കണം, തിരിച്ചതിന്റെ വില കൊടുക്കണം.
So consumption expenditure will go to the firms. മനസ്സിലായോ? Yes, ma'am. Is it clear? ഓക്കെ. അപ്പൊ ഇതില് നടുക്കൊരു സാധനം ഉണ്ട്, അത് ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യാണ്. നമ്മുടെ സേവിങ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫേം ആയാലും ഹൗസ് ഹോൾഡ് ആയാലും അത് ബാങ്കിലേക്ക് ഇടും. അവിടെ നിന്ന് നമ്മൾ ബോറോ ചെയ്യും, ലോണിന്റെ രൂപത്തിലൊക്കെ നമ്മൾ ബോറോ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ രണ്ട് സെക്ടർ ആണ് നമ്മൾ പറഞ്ഞത്, ഹൗസ് ഹോൾഡും ഫേമും. Households will provide the factors of production and in return they will get the factor payments, and by using these factors of production firm will produce the goods and services. Firm goods and services produce ചെയ്യും. ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർ തിരിച്ചെന്ത് കൊടുക്കും, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൊടുക്കും. അപ്പൊ ഇവിടെ ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ എന്തായി മാറുകയാണ്, ഫേമിന്റെ ഇൻകം ആയി മാറുകയാണ്. അതുപോലെ ഫേമിന്റെ എക്സ്പെൻഡിച്ചർ, അതായത് ഫാക്ടർ പേയ്മെന്റ്സ് ഹൗസ് ഹോൾഡിന്റെ ഇൻകം ആയി മാറുകയാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റ് ആയില്ലേ, 1% എക്സ്പെൻഡിച്ചർ ഈസ് അനദർ പേഴ്സൺസ് ഇൻകം. ക്ലിയർ ആണോ? Yes, ma'am. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഇത് മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ കാണിക്കുന്നതാണ് ഒരു 4 സെക്ടർ. ഇതിനകത്ത് എല്ലാ സെക്ടറും, ഇപ്പൊ നമ്മുടെ ഇക്കോണമിയിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇവിടെ ഉണ്ട്. ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡിന്റെയും ഫേമിന്റെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതുപോലെ എക്സ്റ്റേണൽ സെക്ടറുമായിട്ട് എങ്ങനെയായിരിക്കും ബന്ധം വരിക, എക്സ്പോർട്ടും ഇമ്പോർട്ടും വഴിയായിരിക്കും. ഈ ഫേമുകൾക്ക് എക്സ്റ്റേണൽ സെക്ടറിൽ നിന്ന് എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുക, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, അതിനകത്ത് നിന്ന് എന്ത് കിട്ടും, ഫേം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫേമിന് Revenue കിട്ടും. റവന്യൂ കിട്ടും. അപ്പൊ ഫേമിന് റവന്യൂ കിട്ടും. അതുപോലെ തന്നെ ഫേം ഫോറിൻ കൺട്രികളിൽ നിന്ന് ചിലപ്പോൾ അവരുടെ മിഷനറികളൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യണം, പേയ്മെന്റ്സ് അങ്ങോട്ടും കൊടുക്കേണ്ടി വരും. ഓക്കെ. അതുപോലെ ഹൗസ് ഹോൾഡിനും ഉണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ ഫാക്ടറാണ് എക്സ്പോർട്ട് ചെയ്യുക, നമ്മുടെ ആളുകൾ എക്സ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഫാക്ടർ പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടും. നമ്മുടെ വീട്ടിൽ ഒരാൾ ദുബായി പോയി കഴിഞ്ഞാൽ അയാളുടെ ശമ്പളം നമ്മുടെ വീടുകളിലേക്കാണ് വരുന്നത്, അത് ഫാക്ടർ പേയ്മെന്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വരും. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് എക്സ്റ്റേണൽ സെക്ടറുമായിട്ടുള്ള ബന്ധം. അതുപോലെ ഗവൺമെന്റുമായിട്ട് നമുക്ക് എന്താ ബന്ധം, നമ്മളിപ്പോ പഠിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ആരെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഗവൺമെന്റിനെയാണ്. നമ്മുടെ ഫാക്ടർ നമ്മൾ റെഡിയാണ്, വി ആർ റെഡി ടു സെർവ് ദി ഗവൺമെന്റ്. നമ്മുടെ ഫാക്ടർ, നമ്മളാകുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചെന്ത് ഗവൺമെന്റ് തരണം, വേജ് തരണം. ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ നമ്മൾ ഗവൺമെന്റിൽ എന്ത് കൊടുക്കും, ടാക്സുകൾ കൊടുക്കും. നമ്മൾ ഇഷ്ടംമാതിരി ടാക്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, പല തരത്തിലുള്ള ടാക്സുകൾ നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എടുക്കുന്ന കാശാണ് നമുക്ക് എന്തായിട്ട് തരുന്നത്, വേജ് ആയിട്ടും മറ്റും തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഓൾഡ് ഏജ് പെൻഷൻ മേടിക്കുന്നവരുണ്ടാവാം, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ പലതരത്തിലുള്ളത് മേടിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? Yes, ma'am. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ്? Unilateral payments ആണ്. അതെ, യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ആണ്. വൺ ഡേ ട്രാൻസ്ഫർ ആണ്. നമ്മൾ തിരിച്ച്
ഇപ്പൊ നിങ്ങളുടെ വീട്ടില് പ്രായമായ ഒരു അമ്മൂമ്മ ഉണ്ട്, ആൾക്ക് ഓൾഡ് ഏജ് പെൻഷൻ കിട്ടുന്നുണ്ട്. തിരിച്ച് അമ്മൂമ്മ പോയി ജോലി ചെയ്തിട്ടാണോ ഇത് മാസം അമ്മൂമ്മയുടെ അക്കൗണ്ടിൽ വരുന്നത്? ആണോ? ഇല്ല. അല്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലെ, തിരിച്ച് നമ്മൾ ഗവൺമെന്റിന് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഇത് കിട്ടുന്നുണ്ട്. അതാണ് യൂണിലാറ്ററൽ എന്ന്. നമ്മൾ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പുകൾ പല തരത്തിലുള്ളത് ഗവൺമെന്റ് തരും. നിങ്ങൾ ഗവൺമെന്റിന് എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുത്തിട്ടാണോ? അല്ല, നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് അതുകൊണ്ടൊന്നും ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ദേ ആർ ഗിവിംഗ് യു പേയ്മെന്റ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ എന്ന് പറയാ. സ്കോളർഷിപ്പുകള്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകള്, ഇതെല്ലാം ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ ഫേമും ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ട്. ഗവൺമെന്റ് പലതരത്തിലുള്ള സബ്സിഡികൾ കൊടുക്കുന്നുണ്ട് ഫേമിന്, പലതരത്തിലുള്ള സബ്സിഡികളും കാര്യങ്ങളും. അതുപോലെ ഗവൺമെന്റ് പെർച്ചേസ് ചെയ്യും. ഗവൺമെന്റ് എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഗവൺമെന്റിന് റൺ ചെയ്യാൻ പലതരത്തിലുള്ള സ്റ്റേഷനറി സാധനങ്ങൾ വേണ്ടി വരും, ഫേർണിച്ചേഴ്സ് വേണ്ടി വരും, അതുപോലെ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ഇത് എവിടെ നിന്നാണ് എടുക്കുക? ഫേമിൽ നിന്നായിരിക്കും മേടിക്കുക. അതിന് തിരിച്ച് പേയ്മെന്റും കൊടുക്കും. അതുപോലെ തന്നെ ഫേം ഗവൺമെന്റിന് ടാക്സും പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഫേമും ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം വരിക. അപ്പൊ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സർക്കുലർ ഫ്ലോ ആണ്. ഓൾ ദീസ് ആരുടെയോ മൈക്കോൺ ആണ്, പ്ലീസ് മ്യൂട്ടഡ്. ഓക്കെ, അപ്പോ ഈ 4 സെക്ടേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിലൊരു ഫ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയാ. ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദി എൻറ്റയർ ഇക്കോണമിക് സിസ്റ്റം. ക്ലിയർ ആണോ ഇത്? യെസ് മാം. ഇക്കണോമിക്സ് പഠിച്ചിട്ടില്ലാത്ത ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇത്രയും മനസ്സിലായോ? ആയി മാം. ഓക്കെ, ക്ലാസ് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, റെസ്പോണ്ട് ചെയ്യുക. കുറച്ച് 2-3 പേരാന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പൊ ഇത് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു റെസ്പോണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അത് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ദെൻ വി കൻ സ്റ്റാർട്ട് വിത്ത് ദി നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വരുമാനം, അതിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ലെയ്മൻ പെർസ്പെക്റ്റീവില് പോലും നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻകം എന്ന് പറയുക. സോ വാട്ട് ഈസ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസുകളുടെയും ടോട്ടൽ വാല്യൂവിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തില് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസുകളുടെയും ആകെ തുകയെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോ ഇത് നമ്മൾ ഈ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ കുറച്ച് കോൺസെപ്റ്റുകളും കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ നാഷണൽ ഇൻകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് GDP എന്ന് കേട്ടിട്ടുണ്ടോ? യെസ് മാം. കേട്ടിട്ടുണ്ട്. ഈ GDP നാഷണൽ ഇൻകം സെയിം ആണോ? അല്ല. അല്ല അല്ലെ, സെയിം അല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നാഷണൽ ഇൻകത്തിനെ ഈക്വേറ്റ് ചെയ്യുന്നത് GDP ആയിട്ടായിരിക്കും. അപ്പൊ GDP അല്ല നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം മറ്റൊരു GDPയും നാഷണൽ ഇൻകം ആണ്. പക്ഷെ നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു ടേം GDP അല്ല, ശരിക്കും NNP എന്നൊരു കോൺസെപ്റ്റിനെയാണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും. ഇതാണ് ശരിക്കുമുള്ള നാഷണൽ ഇൻകം എന്ന് പറയുക. അപ്പൊ എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പത്രം വായിക്കുക, നമ്മൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്നവരാണ് GDP ഒക്കെ കാണും. അപ്പൊ നമ്മൾ അതാണ് ദേശീയ വരുമാനം എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും, നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓ, നാഷണൽ ഇൻകം എന്താന്ന് പറഞ്ഞു,
ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട്. ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് പോകണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സം കോൺസെപ്റ്റ്സ്. ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് എന്ന് കേട്ടിട്ടുണ്ടോ? Yes, ma'am. മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾ ഒരു കടയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പേന വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ഈ പേന വാങ്ങിക്കാൻ പോകുമ്പോ ആ പേനയ്ക്ക് നിങ്ങൾ ഒരു 10 രൂപ കൊടുക്കുകയാണ്. ഈ 10 രൂപയ്ക്ക് നിങ്ങൾ ആ പേന വാങ്ങിക്കുമ്പോൾ ആ 10 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റില് എത്ര രൂപയ്ക്കാണോ അത് ട്രാൻസാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ ട്രാൻസാക്റ്റഡ് പ്രൈസ് എത്രയാണോ, നിങ്ങൾ ആ സെയിലിന് വെക്കുന്ന, നിങ്ങൾ ആ സാധനം വാങ്ങിച്ച വില എന്താണോ അതിനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് പ്രൈസിൽ എന്തൊക്കെ ഉൾപ്പെടും? അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ്, പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ജോലിക്കാരുണ്ടാവും, റെന്റ്, ലാൻഡിന് റെന്റ് കൊടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ മെഷീനറികളുടെ വിലയുണ്ടാവും. ഇതെല്ലാം ഇതിന്റെ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴും അവിടെ പലപ്പോഴും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ടാക്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ സെയിൽ നടക്കുന്ന വില എന്താണോ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Then another one is the factor cost. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ പ്രൊഡക്ഷൻ കഴിയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ കഴിയുന്ന പോയിന്റില് എത്രയാണോ പ്രൊഡക്ഷന് വന്ന കോസ്റ്റ്, ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4നും വരുന്ന ചെലവുണ്ട്. ആ ചെലവിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാ. ഒരു പേന ഉണ്ടാക്കുമ്പോൾ, നമ്മളിപ്പോ പേനയുടെ കാര്യമാണ് പറയുന്നത്, ഒരു പേന പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു പേന ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര ചെലവ് വന്നു, അതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാ. മനസ്സിലായോ? Yes, ma'am. ഓക്കെ. സോ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ പ്രൊഡക്ഷൻ നടത്താനായിട്ട് എത്ര ചെലവാണോ വരുന്നത് അതിനെ പറയുന്നതാണ് ഫാക്ടർ കോസ്റ്റ്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് എടുത്ത് ഈ എഴുതിയേക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഫാക്ടർ കോസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, വായിച്ചോ? ഇവിടെ ഒരു ഈക്വേഷൻ എഴുതിയിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാക്ടർ കോസ്റ്റ്, നമ്മളിപ്പോ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സുകൾ ഉണ്ട് അല്ലെ, GST അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് GST ആണുള്ളത്. അപ്പൊ ആ GST മൈനസ് സബ്സിഡികള്. നമ്മള് മിക്കവാറും എല്ലാ ഫാക്ടറികൾക്കും അല്ലെങ്കിൽ യൂണിറ്റുകൾക്കും ഗവൺമെന്റ് പലതരത്തിലുള്ള സബ്സിഡികൾ കൊടുക്കാറുണ്ട് ഇല്ലേ? അപ്പോ ഞാനൊരു പേന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ്, അല്ലെങ്കിൽ എന്റെ കമ്പനി പേന പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോ അവിടെ എനിക്ക് ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചെലവ് എന്ന് പറയുന്നത് 8 രൂപയാണ്. ഒരു പേനയ്ക്ക് 8 രൂപ ചെലവ് വരുന്നുണ്ട്. എനിക്കൊരു 2 രൂപ പ്രോഫിറ്റ് ഉൾപ്പെടെ 8 രൂപ വരുന്നുണ്ട്. അതില് 2 രൂപ ടാക്സ് വരുന്നുണ്ട്. അപ്പൊ എത്ര രൂപയായി? 10 രൂപയായി. ഇനി ഗവൺമെന്റ് എനിക്ക് 1 രൂപ സബ്സിഡി തരുന്നുണ്ട്.
അപ്പൊ ഈ സബ്സിഡി ഞാൻ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? സബ്സിഡി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നതല്ലേ? കുറയ്ക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. അത് ഗവൺമെന്റ് എനിക്ക് എന്തിനാ തരുന്നത്? ആ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില ഇച്ചിരി കുറഞ്ഞ് കൺസ്യൂമറിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗവൺമെന്റ് എനിക്ക് സബ്സിഡി തരുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന സബ്സിഡി ഞാൻ കൺസ്യൂമേഴ്സിന് ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1 രൂപ അവിടെ കുറയ്ക്കണം. അപ്പൊ എത്ര രൂപയ്ക്ക് ഞാൻ പേന വിൽക്കണം? 9 രൂപ. 9 രൂപയ്ക്ക്. മനസ്സിലായോ? മനസ്സിലായോ? മാം ഒന്നും കൂടി പറയോ? യെസ്. നമ്മൾ പേനയുടെ കാര്യം തന്നെ പറയാം. അപ്പൊ എനിക്ക് പേന ഉണ്ടാക്കുക ഏതൊക്കെ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു? ഞാൻ ഒരു ലാൻഡ് വാങ്ങിച്ചു. അപ്പൊ ലാൻഡിലാണ് ഒരു ചെറിയൊരു യൂണിറ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ യൂണിറ്റിൽ 2 മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജോലിക്കാരുണ്ട്. പിന്നെ അതിന് പേപ്പർ പേനയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പേപ്പർ വേണം, അതിന്റെ റീഫില് വേണം, സാധനങ്ങൾ വേണം, അങ്ങനെ കുറെ കാര്യങ്ങളും ഒക്കെ വേണം. അപ്പൊ എനിക്ക് അവിടെ ചെലവ് എന്തായാലും ഉണ്ട്. അപ്പൊ എന്റെ ഈ ഫാക്ടേഴ്സിനെല്ലാം ചെലവുണ്ട്. ആരും ഫ്രീ ആയിട്ട് വന്നല്ല എനിക്ക് ജോലി ചെയ്തു തരുന്നത്. ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം. അപ്പൊ ഇവിടെ എനിക്ക് ഫാക്ടറിന് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ചെലവുണ്ട്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എനിക്ക് ഒരു പേനയ്ക്ക് വരുന്ന ചെലവ് 8 രൂപയാണ്. 8 രൂപ എനിക്ക് ചെലവ് വരുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ടാട്ടോ. എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടണം എന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് 8 രൂപയാണ് ടോട്ടൽ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയാം. ഇനി അപ്പൊ ഗവൺമെന്റ് വിചാരിക്കാണ് ഇത് വെറുതെ അങ്ങനെ ഉണ്ടാക്കിയാൽ പോരല്ലോ, കുറച്ച് ടാക്സും കൂടെ കൊടുത്തേക്കാം. പ്രൊഡക്ഷൻ മാത്രം നടന്നിട്ട് കാര്യമില്ല. അപ്പൊ കുറച്ച് ടാക്സും കൂടെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു 2 രൂപ ടാക്സ് എനിക്ക് തന്നു. അപ്പോ ടോട്ടൽ എത്രയായി? 8 + 2 10 രൂപ. പക്ഷേ എനിക്ക് 1 രൂപ ഗവൺമെന്റ് തുടങ്ങിയപ്പോ സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. ഒരു പേനയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ എനിക്ക് സബ്സിഡി ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പൊ ആ സബ്സിഡി ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സബ്സിഡി തരുന്നത് ഞാൻ ആ പേനയ്ക്ക് 1 രൂപ കുറച്ചെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോ ഈ 10 രൂപയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 10 രൂപ എന്ന് പറഞ്ഞത് എങ്ങനെയാ ഉണ്ടായത്? 8 രൂപ കോസ്റ്റും 2 രൂപ ടാക്സും കൂടെ കൂട്ടിയപ്പോഴാണ് 10 രൂപ കിട്ടിയത്. ഈ 10 രൂപയിൽ 1 രൂപ സബ്സിഡി എനിക്ക് കിട്ടിയപ്പോ ഞാൻ ആ സബ്സിഡി ഇതിനകത്തുനിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഞാൻ എത്ര രൂപയ്ക്ക് ഈ പേന വിൽക്കണം? 9 രൂപയ്ക്ക് വിൽക്കണം. ക്ലിയർ ആണോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? കാരണം ചോദിച്ചോ. ഈ ഫാക്ടർ ഓഫ് കോസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ എടുക്കുക? അതെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാൻഡ്, ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ, യെസ്, ഓർഗനൈസേഷൻ, ആ 4 ഫാക്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫാക്ടർ ഓഫ് കോസ്റ്റ് കണക്കാക്കുന്നത് അല്ലേ? യെസ്, ആ 4ന്റെയും കൂടെ കോസ്റ്റ് ആണ് നമ്മുടെ ഫാക്ടേഴ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് നടത്തണമെങ്കിൽ ഞാനാണ് ഓർഗനൈസേഷൻ. അപ്പൊ എനിക്ക് പ്രോഫിറ്റ് വേണമല്ലോ. അപ്പൊ എന്റെ റെമുനറേഷൻ എന്ന് പറയുന്നത് എന്റെ പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? ഓക്കെ. ഫാക്ടേഴ്സ് ഒന്നും കൂടെ പറയോ ഏതൊക്കെയാണെന്ന്? ലാൻഡ്, കാണാൻ പറ്റുന്നുണ്ടോ? ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ. ലാൻഡിന് കിട്ടുന്നത് എന്താണ്? റെന്റ്. ലേബറിന് വേജ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ?